കൈയിട്ട് നടന്നിട്ട് ട്രംപ് മസ്കിന് പണി കൊടുക്കുന്ന അവസ്ഥയാണിപ്പോൾ. ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ താരിഫ് വർധന ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപണിയെ ദോഷകരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായി ടെസ്ല സ്പേസ് എക്സ് സ്ഥാപകൻ ഇലോൺ മസ്ക് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതിന് പിന്നാലെ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള വാഹന നിർമ്മാതാക്കളായ ടെസ്ലയ്ക്ക് ലോകമെമ്പാടും വലിയ ഇടിവാണ് സംഭവിച്ചത്. ഇതോടെയാണ് തീരുവ വർധനയ്ക്കെതിരെ ഡോജ് നേതാവായ മസ്ക് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. മസ്കിന്റെ ആസ്തിയിൽ $120 ബില്യൺ ഗണ്യമായ ഇടിവ് നേരിട്ടു എന്നാണ് റിപ്പോർട്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾ ഇലക്ട്രിക് വാഹന മേഖലയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നും ടെസ്ല മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യായമായ വ്യാപാരത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിലും തീരുവ വർധന പോലുള്ള തീരുമാനങ്ങൾ US കമ്പനികളെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം എന്ന് US ഭരണകൂടത്തിന് ടെസ്ല അയച്ച കത്തിൽ പറയുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള വാഹന നിർമ്മാതാക്കളെ ബാധിക്കുന്ന താരിഫുകൾ ട്രംപ് ഭരണകൂടം നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു. US വ്യാപാര നടപടികളോട് മറ്റു രാജ്യങ്ങൾ പ്രതികൂല നിലപാട് സ്വീകരിക്കുന്നത് US-ൽ നിന്നുള്ള കയറ്റുമതിക്കാരെ ദോഷകരമായി ബാധിക്കുന്നുവെന്നും വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇവർ വിധേയരാകുന്നു എന്നും കത്തിൽ ടെസ്ല ചൂണ്ടിക്കാട്ടുന്നു. ടെസ്ലയ്ക്ക് വലിയ തോതിൽ വിൽപ്പന നടന്നിരുന്ന ജർമ്മനിയിൽ മാത്രം കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 70% ഇടിവ് രേഖപ്പെടുത്തിയതായി ടൈം മാഗസിൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. പോർച്ചുഗലിൽ ടെസ്ലയുടെ വിൽപ്പനയിൽ 50% ഇടിവും ഫ്രാൻസിൽ 45% ഇടിവുമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വീഡനിൽ 42%വും നോർവേയിൽ 48%വും വിൽപ്പന കുറഞ്ഞിട്ടുണ്ട്. കമ്പനിക്ക് പുറത്ത് മസ്കിന്റെ തീവ്ര വലതുപക്ഷ നിലപാടുകളും രാഷ്ട്രീയ ഇടപെടലുകളും ടെസ്ലയുടെ നിലവിലെ സാഹചര്യത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ട്രംപിന് വേണ്ടിയുള്ള പ്രചാരണങ്ങളും കാര്യക്ഷമതാ വകുപ്പിന്റെ സെക്രട്ടറി സ്ഥാനവും തീവ്ര സ്വഭാവമുള്ള പ്രതികരണങ്ങളുമെല്ലാം ടെസ്ലയും കാര്യമായി തന്നെ ബാധിച്ചു. തന്റെ ഉപഭോക്താക്കളെയും മാർക്കറ്റുകളെയും പ്രധാന വിപണികളുള്ള രാജ്യങ്ങളെ പിണക്കുന്ന പ്രസ്താവനകളും ഇടപെടലുകളുമായിരുന്നു ഇക്കാലത്ത് മസ്ക് ചെയ്തത്. കാര്യക്ഷമതാ വകുപ്പിന്റെ നേതൃത്വത്തിൽ മസ്ക് സ്വീകരിച്ച നടപടികൾ കടുത്ത ജനരോഷമാണ് അമേരിക്കയിൽ ഉയർന്നത്. ഡോജ് ചെലവ് കുറയ്ക്കാനായി നിരവധി ഫെഡറൽ ഏജൻസികൾ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തുകയും ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ എതിർക്കുന്ന നിരവധി അമേരിക്കൻ പൗരാവകാശ ഗ്രൂപ്പുകൾ ടെസ്ലയെ ബഹിഷ്കരിക്കാനുള്ള ക്യാമ്പയിനുകൾ വലിയ രീതിയിൽ ആരംഭിച്ചിരുന്നു. ടെസ്ല ഷോറൂമുകൾക്ക് മുന്നിൽ വലിയ ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. നേരത്തെ ടെസ്ല വാങ്ങിയ പലരും മസ്കിന്റെ ഭ്രാന്തകൾക്ക് തങ്ങൾ ഉത്തരവാദികളല്ല എന്ന രീതിയിലുള്ള സ്റ്റിക്കർ തങ്ങളുടെ കാറുകളിൽ ഒട്ടിക്കുന്നതും സാമൂഹിക മാധ്യമങ്ങളിൽ ഹിറ്റായിരുന്നു. ഇതെല്ലാം ടെസ്ലയോട് ആളുകൾക്കുള്ള മനോഭാവത്തെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് വലിയ മേധാവിത്വമുണ്ടായിരുന്ന യൂറോപ്പിൽ നിന്ന് തന്നെയാണ് ടെസ്ലയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന വിലയിരുത്തലുകളും ഉണ്ട്. മസ്ക് നിരന്തരമായി രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താറുള്ള ജർമ്മനിയിൽ ടെസ്ല വിൽപ്പനയിൽ 76% ഇടിവാണ് ഈ വർഷം രേഖപ്പെടുത്തിയത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന കുതിച്ചുയരുമ്പോഴാണ് ജർമ്മനിയിൽ ടെസ്ലയ്ക്ക് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാവുന്നത് എന്നും ഇതോട് ചേർത്ത് വായിക്കണം. ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടിക്ക് ഏതാനും നാളുകൾക്ക് മുൻപാണ് മസ്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത്. നാസി കാലഘട്ടത്തിലെ ആശയങ്ങളും മുദ്രാവാക്യങ്ങളും പിന്തുടരുന്ന പാർട്ടി എന്ന നിലയിൽ ജർമ്മനിയിൽ കുപ്രസിദ്ധമായ പാർട്ടിയാണ് AfD. മധ്യ യൂറോപ്പിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും കമ്പനിയുടെ സ്ഥിതി മോശമാണ്. യൂറോപ്പിന് പുറത്തുള്ള മറ്റൊരു പ്രധാന മാർക്കറ്റാണ് ഓസ്ട്രേലിയ. അവിടെ മുൻവർഷത്തെ അപേക്ഷിച്ച് 76% ഇടിവ്. ഓസ്ട്രേലിയയിലെ ടെസ്ല ഉടമകളും വാഹനത്തിൽ വ്യാപകമായി മസ്ക് വിരുദ്ധ സ്റ്റിക്കർ ഒട്ടിച്ചത് വാർത്തയായിരുന്നു. മസ്കിന്റെ കുടിയേറ്റ മുസ്ലിം വിരുദ്ധ നിലപാടുകളോടുള്ള പ്രതികരണമായി ഇതിനെ വിലയിരുത്തുന്നവരുണ്ട്. അതോടൊപ്പം BYD ഉൾപ്പെടെയുള്ള ചൈനീസ് ഇലക്ട്രിക് കമ്പനികൾ യൂറോപ്പിൽ നേടിയ വലിയ മേധാവിത്വവും ടെസ്ലയുടെ അടിത്തറ ഇളകുന്നതിന് നിർണായകമായിരിക്കുകയാണ്. ഇനി ട്രംപ് അധികാരത്തിൽ വന്നതോടെ നടപ്പിലാക്കിയ തീരുവകളിലെ പരിഷ്കരണം ചൈന ഉൾപ്പെടെയുള്ള ഏഷ്യൻ മാർക്കറ്റിലും തിരിച്ചടിച്ചു. കാനഡയോടും മെക്സിക്കോയോടുമുള്ള ട്രംപിന്റെ കലഹം അവിടുന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയെ ബാധിച്ചു. എതിരാളികളില്ലാതെയായിരുന്നു ഇതുവരെ ടെസ്ലയുടെ ജൈത്രയാത്ര. വൈദ്യുത വാഹനങ്ങളോട് ജനങ്ങൾക്കുണ്ടായ സ്വീകാര്യത, സാങ്കേതിക തികവ് ഇതൊക്കെയാണ് ടെസ്ലയ്ക്ക് വലിയ മേധാവിത്വം സമ്മാനിച്ചത്. ഇതിനിടയിൽ വേറെയും EV ബ്രാൻഡുകൾ വന്നു എങ്കിലും കാര്യമായ വെല്ലുവിളി ഉയർത്താൻ ഇതുവരെ ആർക്കും സാധിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് BYD ഉൾപ്പെടെയുള്ള ചൈനീസ് കമ്പനികൾ ആഗോള വിപണിയിലേക്ക് കടന്നതോടെ ടെസ്ല വെല്ലുവിളി നേരിട്ട് തുടങ്ങിയിരുന്നു. 2023 ടെസ്ലയെ ഞെട്ടിച്ചാൽ ലോകത്തെ 1-ാം നമ്പർ കാർ കമ്പനിയായി BYD മാറി. ഇന്ന് ടെസ്ലയുടെ പ്രധാന വിപണികളിലൊന്നായ യൂറോപ്പിലൊക്കെ BYDയുടെ ജൈത്രയാത്രയാണ്. എന്തായാലും മസ്കിന് നല്ലൊരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. സ്നേഹിച്ച് മസ്കിന്റെ ടെസ്ലയെയും കുത്തുപാള എടുപ്പിക്കുമോ ട്രംപ് എന്ന ചോദ്യമാണ് മസ്ക് വിരുദ്ധരും ട്രംപ് വിരുദ്ധരും ഇപ്പോൾ ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.